ഉള്ളിൽ പ്രവേശിക്കണം അത്രേ. ഞാൻ എന്തിനു നിന്നെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കണം? വലിയ ശിവതത്വം വന്നിരിക്കുന്നു. ആരെയും ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. പോ, നീ പോയി നിന്റെ ശിവന്റെ ഉള്ളിൽ പ്രവേശിക്കുക. ശിവനിൽ ഈ ജഗത്ത് മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി ശിവനെ ജഗത്തിൽ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഞാൻ നിന്നിലും. എന്തിനെന്റെ പിറകെ കൂടിയിരിക്കുന്നു? എന്തിനെന്നിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു? നീ എന്താണുള്ളത് ഈ ശിവതത്വത്തിൽ? ശക്തിയുണ്ട്, പരമമംഗളകാരിയായ ശക്തി. പ്രകാശമുണ്ട്, സമ്പൂർണ്ണ അന്ധകാരത്തെയും അത് തുടച്ചു മാറ്റുന്നു. ഈ ശക്തിയും പ്രകാശവും എവിടെയുണ്ട്? മനസ്സിൽ, ആത്മാവിൽ, ആത്മചേതനയിൽ. അവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? സദ്ഭാവന, സദ്വൃത്തി, സദ്ബുദ്ധി ഇവ ഉണർന്നു വരും. അതുകൊണ്ട് എന്താണ് ഗുണം? ആത്മാവ് ശുദ്ധവും മനസ്സ് നിർമ്മലവുമാകും. അപ്പോൾ ബുദ്ധി ലോകമംഗളത്തിനായി പ്രവർത്തിക്കുന്നു. ഇവയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ ശിവതത്വം കുടികൊള്ളുമ്പോൾ വ്യക്തി ആരുടെയും ഭക്തിവിശ്വാസത്തെ അധിക്ഷേപിക്കുകയില്ല. സ്വയം ശ്രേഷ്ഠനെന്നും അന്യർ നികൃഷ്ടരാണെന്നും കരുതുകയില്ല. പിന്നീട് അയാൾ ജപതപങ്ങളുടെ പവിത്രമാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാർഗതടസ്സമുണ്ടാക്കുകയില്ല. എല്ലാവർക്കും മംഗളം ഇച്ഛിക്കും, പ്രവർത്തിക്കും. അതായത് ഈ ശിവതത്വം, ഈ ശിവജ്ഞാനം, മനോബുദ്ധിയിൽ ജ്ഞാനവും ജ്ഞാനത്തിൽ അങ്ങുമുണ്ടെങ്കിൽ അനവരതം മംഗളവും സുഖവും ലഭിക്കും. നിശ്ചയമായും ലഭിക്കും. അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഈ സത്യത്തെ സ്വീകരിക്കുന്നതിലാണ് എന്റെ മംഗളം. എന്നാൽ പറയൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹേ ശിവജ്ഞാനമേ, ശിവജ്ഞാനം, ചരിത്രം, പരഹിതം, പരേച്ഛ, ജപം, തപം, അങ്ങനെ പവിത്രതയിലേക്ക് നീങ്ങുന്ന വ്യക്തിയുടെ മാർഗത്തിൽ വിഘ്നമാകാതിരുന്നാൽ ശിവജ്ഞാനം ലഭിക്കുമെന്നോ? അതായത് എനിക്ക് ശിവജ്ഞാനം ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു. വിഡ്ഢിയാണ് ഞാൻ, ദുർബുദ്ധിയായിരുന്നു. ഞാൻ ശിവജ്ഞാനിയായി. ഹേ വിശ്വനാഥ, ഹേ ശിവശങ്കര, എന്നോട് ക്ഷമിക്കണമേ. ഓം നമഃ ശിവായ. 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 നാരായണ 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 നാരായണ. പാർവതി. ദേവർഷി, അങ്ങ്? നിന്റെ ഹിതമോർത്താണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്റെ ഹിതം? പാർവതി, ഭർത്തൃകാമനയോട് തപസ് ആരംഭിക്കുന്നതിന് മുൻപായി ആഗ്രഹിക്കുന്ന ഭർത്താവിന് ലഭിക്കുവാനായി ശിവമഹിമാവ്രതം അനുഷ്ഠിക്കണം. ശിവമഹിമാവ്രതം ഉപദേശിച്ച് അങ്ങ് എന്റെ മാർഗം സരളമാക്കി ദേവർഷേ. ദയവ് ചെയ്ത് പറഞ്ഞാലും.
ഈ വ്രതം എപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? മാർഗദർശനം നൽകിയാലും. ഇന്ന് ചൈത്രമാസത്തിലെ തൃതീയയാണ്. ഇന്ന് മുതൽ ഒരു മാസം ഒരു തവണ മാത്രം ആഹാരം കഴിച്ച് ശിവലിംഗത്തിൽ ബില്വപത്രം കൊണ്ട് വിവിധ തരം പൂജകൾ ചെയ്യണം. അങ്ങ് ഉപദേശിച്ചതനുസരിച്ച് വിധിപൂർവം ഞാൻ ഇന്നു മുതൽ ശിവലിംഗത്തിന് ആരാധന തുടങ്ങുന്നതാണ് മുനിവര. നാരായണ നാരായണ.